ഹായ്, റിത ആയിരം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെരുന്നാൾ ദിവസം രാവിലെ തന്നെ എണീറ്റ് സുബഹി നമസ്കരിച്ച് ടീയൊക്കെ കുടിച്ച് പെരുന്നാൾ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകല റിതയുടെ ബാപ്പ. ആ സമയത്തൊക്കെ റിത മോൾ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ ഞാൻ അവളെ എടുത്ത് കുളിപ്പിച്ച് ഫ്രഷാക്കി അവളെയും ചായയൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവൾ വാപ്പ വരുന്നത് നോക്കിയിരുന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അവളുടെ വാപ്പ വന്ന ശേഷമാണ് നമ്മൾ അവളെ ഒരുക്കാൻ തുടങ്ങിയത്. അവൾക്ക് പുതിയ ഡ്രസ്സ്, കൊലുസ്, മാല, വള എല്ലാം വാങ്ങി വെച്ചിരുന്നു. പിന്നെ അതൊക്കെ അവളാണെങ്കിൽ ഓരോന്ന് അത് വേണ്ട, ഇത് വേണം, അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് മുഖമൊക്കെ നോക്കി ഒരുങ്ങുന്ന സമയത്താണ് പുതിയ ഡ്രസ്സിൻ്റെ ഒക്കെ ഇത് നോക്കുന്നുണ്ടെങ്കിലും ഇടയിലൊക്കെ കച്ചറയാക്കി പിന്നെ കരച്ചിലൊക്കെ ആയി. ഈ വള വേണ്ട, ആ വള എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഒരുവിധം സമാധാനിപ്പിച്ചെടുത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അവളെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ടുപേരും റെഡിയായി. അവളെ ഒരുക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ രണ്ടുപേരും റെഡിയായത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഒന്ന് പുറത്തേക്ക് പോകലായി. ഉദയവാതിൽ തുറന്നതാരോ, ശവ്വാൽ പിറമാസം കണ്ടു പെരുന്നാൾ, കാതിൽ ഈദിൻ സ്വരം നാദം തക്ബീറിന്നാൾ, കൽബും ശുക്രോദും നോമ്പ് തുറന്നാൽ നാദൻ നൽകും വരദാനം ശവ്വാൽ ഇന്നാൾ. റിത മോളുടെ വാപ്പയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം അവരുമായിട്ട് സംസാരിച്ചു, ടീയൊക്കെ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞ് തലപ്പക്കട്ടിയിലൊക്കെ പോയി ഒരു ബിരിയാണി കഴിച്ചു. പിന്നെ നമ്മൾ തിരിച്ചു വന്നു, വേഗം തന്നെ തിരിച്ചു വന്നു വീട്ടിലോട്ട്. കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. പിന്നെ നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് ഒരു 4-4:30 ആയപ്പോഴേക്കും വീണ്ടും വേറെ പുതിയ ഡ്രസ്സ് എടുത്ത് ഇതായിട്ട്. പൊതുവേ നമ്മൾ എല്ലാ പെരുന്നാളിനും 2 ഡ്രസ്സ് എടുക്കാറുണ്ട്. അതുപോലെ ഈ പെരുന്നാളിനും എല്ലാവർക്കും 2 ഡ്രസ്സ് എടുത്തിരുന്നു. പിന്നെ എല്ലാവരും പുതിയ ഡ്രസ്സ്, വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അങ്ങനെ റിതക്കുട്ടിക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ എല്ലാവരും പാർക്കിലോട്ട് ഇറങ്ങിയതാണ് നമ്മൾ. റിതയാണെങ്കിൽ വണ്ടിയിൽ കുറച്ച് നേരം ഉറങ്ങി. ചെക്ക് ഉറങ്ങാത്തത് കൊണ്ട് വണ്ടിയിൽ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ കുറച്ച് ഉറങ്ങിയപ്പോഴേക്കും പാർക്കെത്തി. പിന്നെ അവിടെ നിന്ന് എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ബലൂണൊക്കെ വാങ്ങിക്കൊടുത്ത്, ഒരു ഫാനൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ സന്തോഷിപ്പിച്ച് അതും പിടിച്ചിട്ട് അങ്ങനെയാണ് എണീറ്റത്. പിന്നെ റിതയും വാപ്പയും കൂടെ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ പോയി. പിന്നെ അതെടുത്ത് നമ്മൾ 3 പേരും കൂടെ അകത്തോട്ട് പോയി. ഉള്ളിൽ കയറിയതും ഫസ്റ്റ് നല്ല സന്തോഷമായിരുന്നു, അതിൽ പോകണോ ഇതിൽ പോകണോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇടയ്ക്ക് വീണ്ടും കച്ചറ തുടങ്ങി, ഉറക്കം ശരിയാവാത്തതിൻ്റെ കച്ചറ. ഇത് വേണ്ട, അത് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ പോകണമെന്ന് പറഞ്ഞാൽ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തില്ല, അതിൽ പോവാതെ വണ്ടിയോടാണ്. പിന്നെ വണ്ടിക്ക് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഒരു 80 രൂപ കൊടുത്തു. ഓരോന്നൊക്കെ തനിയെ ടിക്കറ്റാണ്, ഒന്നൊക്കെ 60, 80 അങ്ങനെ ചാർജ് വരുന്നുണ്ട്. 2-3 ടിക്കറ്റ് വെറുതെ എടുത്ത് ക്യാഷ് പോയി, തിരിച്ച് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ആ വണ്ടി ഓടുന്നതിന് സന്തോഷമായിരുന്നു. പിന്നെ അവളുടെ ഇഷ്ടത്തിന് വിട്ടു. പെരുന്നാളല്ലേ, ഒരു ദിവസം അവളുടെ ഇഷ്ടത്തിനാവട്ടെ, ക്യാഷ് പോയാൽ പോട്ടെ എന്ന് വിചാരിച്ചു.
ഇപ്പോൾ വലിയ കുട്ടികളുടെ കൂടെ അത് ചാടണം ഇത് ചാടണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ അതിൽ കയറ്റി വിട്ട് കുറച്ച് നേരം അതിൽ ചാടിയിട്ട് അവൾക്ക് ശരിയാവുന്നില്ല വലിയ കുട്ടികളായതുകൊണ്ട്. അങ്ങനെ തനിയെ തിരിച്ചു വന്നു. ഒരു 5 നിമിഷം അതിനുള്ളിൽ അവൾ തനിയെ ഇറങ്ങി വന്നു. പിന്നെ കുറച്ച് നേരം അതിൻ്റെ അകത്ത് കുറച്ച് പിക്ചറൊക്കെ എടുത്ത് പെരുന്നാൾ പിക്ചർ എടുത്തു, കുറച്ച് കറങ്ങി നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലൊക്കെ വന്നു. ജ്യൂസും കുടിച്ച് അങ്ങനെ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും തന്നെ ഒരു 7 മണി ആ സമയമൊക്കെ ആയിക്കഴിഞ്ഞു. പുഞ്ചിരി പോരെ ആഹാ ചന്തം ചിരി ചന്ദ്രനിന്നിത ദൂരെ ചിന്തും മൊഴി ചുണ്ടിലെ പുഞ്ചിരി പോരെ ആഹാ ചന്തം ചിരി ചന്ദ്രനിന്നിത ദൂരെ. അകലെ വാനിൽ ചിരുവിലേതോ ഉദയവാതിൽ തുറന്നതാരോ. ശവ്വാൽ പിറമാസം കണ്ടു പെരുന്നാൾ കാതിൽ ഈദിൻ സ്വരം നാദം